കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട് ഒരു ഓർമ്മയായി മാറും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും ഈ പുതിയ വീട്ടിലേക്ക്. എത്രയെത്ര ഓർമ്മകൾ. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വന്നിട്ടാണ് പാപ്പനെ ചെയ്യുന്നത്. ചാച്ചൻ ഇടയ്ക്കിടെ വീടിന്റെ പണികൾ നോക്കാൻ വേണ്ടി ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണികളൊക്കെയായി പപ്പ അതിൽ നടപ്പുണ്ട്. വാർപ്പിന്റെ ഒപ്പം മറ്റ് ചില്ലറ പണികൾ കൂടി നമ്മുടെ വീടിന്റെ പരിസരത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ വേറൊരു ഓപ്ഷൻ ഇല്ല, മലയാളികളുടെ സ്വന്തം സ്ഥാപനം വിൽവെക്സ് കേബിൾ. ഫെബ്രുവരി ആദ്യമെങ്കിലും നമ്മളിവിടെ കയറി കൂടിയിരിക്കും. നമ്മൾ വീട് പണിയാന്ന് പറഞ്ഞൊരു വ്ളോഗ് ചെയ്തായിരുന്നു. പക്ഷെ അതിനുശേഷം വേറൊരു അപ്ഡേറ്റ്സും നിങ്ങൾക്ക് തന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ വീട് പണിയുടെ വിശേഷങ്ങളാണ് കേട്ടോ ഇതിനകത്ത് പറയാൻ പോകുന്നത്. കഴിഞ്ഞ ജൂണിലാണ് നമ്മൾ വീട് പണി തുടങ്ങിയത്. പിന്നെ തറ കെട്ടിയതിന് ശേഷം വലിയ മഴയൊക്കെ വന്നതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് വന്നു. അങ്ങനെ അവസാനം നവംബറിൽ നമ്മുടെ വീടിൻ്റെ വാർപ്പ് പണി ആരംഭിച്ചു. 1400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചെറിയ വീടാണ് നമ്മൾ പണിയുന്നത്. പപ്പയും അമ്മയും ചാച്ചനും അമ്മച്ചിക്കും കൂടെ ജീവിക്കാൻ പറ്റിയ ഒരു ചെറിയ കൊച്ചു വീട്. വയനാടാണ്, നവംബറാണ്, നല്ല തണുപ്പാണ്. രാവിലെ തന്നെ വാർപ്പിനുള്ള പണികൾ തുടങ്ങി. കൈസഹായത്തിന് പപ്പ നിൽപ്പുണ്ട്. പണിയെടുക്കുന്ന ചേട്ടന്മാർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അമ്മ അടുക്കളയിൽ തിരക്കിലാണ് കേട്ടോ. ഒരു ദിവസം കൊണ്ട് തന്നെ വാർക്കപ്പണി തീർക്കണമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. വാർക്കപ്പണിയെല്ലാം ഒരു ദിവസം കൊണ്ട് തീർത്താൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് അതാണ് ഞങ്ങളുടെ പ്ലാൻ. എങ്കിലും ഇടയ്ക്ക് മഴ പെയ്യുമ്പോൾ എന്നൊരു ചെറിയ ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാർക്കപ്പണികൾ ആരംഭിച്ചു. മിക്സർ സ്റ്റാർട്ട് ചെയ്തു. ചേട്ടന്മാരൊക്കെ റെഡിയായി. തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള പണികൾ പോലെയൊന്നും അല്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇടവേള എടുക്കാൻ പറ്റുകയില്ല വാർക്കപ്പണിക്ക്. അതങ്ങനെ ഒരു പ്രോസസ്സായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. പരമാവധി ഒരു ദിവസം കൊണ്ട് തീർക്കുകയും വേണം. നമ്മുടെ വീടിന് 2 സ്ലോപ്പ് റൂഫുകൾ വാർക്കാനുണ്ട്. അതുകൊണ്ട് നല്ല സമയം വേണ്ടി വന്നു. അങ്ങനെ പണി തുടങ്ങി. പപ്പ തന്നെ ആദ്യത്തെ ചട്ടി സിമെന്റ് ഇടണമെന്ന് നമ്മുടെ കരാറുകാരൻ സുരേഷ് ചേട്ടന് ഭയങ്കര നിർബന്ധം. അതൊന്നും വേണ്ട, സുരേഷ് ചേട്ടനോട് പണി തുടങ്ങിക്കോളാൻ പപ്പ പറഞ്ഞു. അങ്ങനെ പണി തുടങ്ങി. സ്ലോപ്പ് റൂഫ് വാർക്കാൻ നല്ല പണി തന്നെയായിരുന്നു. കുറച്ചധികം ആരോഗ്യം വേണ്ട പണി. അതിനിടയിൽ നമ്മുടെ ഫ്രാൻസ് ചേട്ടനൊക്കെ നല്ല സഹായത്തിന് വേണ്ടി എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ചേട്ടനാണ്. എന്ത് ആവശ്യത്തിനും ഓടി വരുന്ന ചേട്ടൻ കൂടിയാണ്. മെല്ലെയാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് പണി നല്ല സ്പീഡായി. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പണികളൊക്കെയായി പപ്പ അതിൽ നടപ്പുണ്ട്. ഇതെന്താ പറ്റി? ഇതിനെവിടെ കൊണ്ടുപോവാ? സാമ്പാറിനിടാൻ കൊണ്ടുപോവാണ്. ഇവിടെ പ്രതിഷ്ഠിക്കൂ, കൊടയല്ലേ, പുരാവസ്തുവാ. ഒരു 11 മണിയായപ്പോഴേക്ക് ഒരു സ്ലോപ്പ് ഏതാണ്ട് ഒരു രൂപമായി വന്നു. ചാച്ചൻ ഇടയ്ക്കിടെ വീടിന്റെ പണികൾ നോക്കാൻ വേണ്ടി ഒരു കസേര എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിപ്പുണ്ട്. വാർപ്പിന്റെ ഒപ്പം മറ്റ് ചില്ലറ പണികൾ കൂടി നമ്മുടെ വീടിന്റെ പരിസരത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിന്നെയും പണി തുടങ്ങി. നമ്മുടെ മെയിൻ റൂഫ് വാർത്ത് കഴിയാറായി. വെയിലൊക്കെ മെല്ലെ പോയപ്പോൾ ചെറിയ ടെൻഷനായിരുന്നു. പക്ഷെ മഴയൊന്നും പെയ്തില്ല. ഒരു 4 മണിയൊക്കെ ആയപ്പോഴേക്കാണ് പണിയൊക്കെ മുഴുവൻ കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റായത്. 15 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ വാർക്കയുടെ തട്ടൊക്കെ പൊളിച്ചു കേട്ടോ. പിന്നെ വീടിൻ്റെ പെയിൻറ് പണി ചെയ്യുന്നത് നമ്മുടെ പാപ്പൻ തന്നെയാണ്. കുഞ്ഞിപ്പാപ്പൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുഞ്ഞിപ്പാപ്പൻ സമയം കളയാതെ തന്നെ വീടിൻ്റെ വൈറ്റ് സിമെൻറ്റ് മുഴുവൻ അടിച്ചു തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ചെയ്തത് വീടിൻ്റെ വാട്ടർ പ്രൂഫിംഗ് ആണ്. കോഴിക്കോടുള്ള ഇൻക കെമിക്കൽസ് എന്ന കമ്പനിയാണ് നമുക്ക് വാട്ടർ പ്രൂഫിംഗ് ചെയ്തു തന്നത്. വളരെ നന്നായി കേട്ടോ. മുകളിലും സൺഷെയ്ഡിലും ടോയ്ലറ്റിലും എല്ലാം നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തു. അതിനെപ്പറ്റിയുള്ള വിശദമായ വീഡിയോ എന്തായാലും പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ പഴയ വീട് കാണാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ആ വീട് ഒരു ഓർമ്മയായി മാറും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങും ഈ പുതിയ വീട്ടിലേക്ക്. എത്രയെത്ര ഓർമ്മകൾ. ഇനി വീടിൻ്റെ വയറിംഗ് പണിയാണുള്ളത്. അതിനായി നമ്മൾ തൃശ്ശൂരുള്ള വിൽവെക്സ് കേബിൾസിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്കാണ് പോകുന്നത്.
നമ്മൾ മുന്നേ അവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു അവിടുന്ന് തന്നെ എടുക്കുള്ളൂ. ഇനി അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ വീട് പണിയുടെ വയറിംഗ് ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ വിജു? അതെ. അപ്പൊ ഇനി എന്താ ഉള്ളത്? ഇനി എന്താണെന്ന് വെച്ചാൽ വേറൊരു ഓപ്ഷൻ ഇല്ല, വിൽവെക്സ് കേബിൾ തന്നെ. നമ്മളിവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ മലയാളികൾ സ്വന്തം വിജയിപ്പിച്ച മലയാളികളുടെ സ്വന്തം സ്ഥാപനം വിൽവെക്സ് കേബിൾ. എന്തുകൊണ്ട് നമ്മൾ വിൽവെക്സ് കേബിൾ തന്നെ വീട് പണിയുടെ വയറിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇന്ന് ചോദ്യം. അതിനുള്ള ഉത്തരം വന്നിട്ട് നമ്മൾ കണ്ടിട്ട് നമ്മൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് പോയത്. അപ്പം പപ്പയുടെ അമ്മയുടെ വീട് പണി നടക്കുമ്പോൾ എന്തായാലും ഇവിടുന്ന് കേബിൾ എടുക്കുള്ളൂ ഇവിടെ ഒന്ന് വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ തീരുമാനിച്ചായിരുന്നു. ഇവരോട് പറയുകയും ചെയ്തായിരുന്നു. അതെ അതെ. അവര് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വീട്ടിലെത്തിച്ചേരുമായിരുന്നു. അപ്പൊ നമ്മൾ ഈ വഴി പാസ് ചെയ്ത് വന്നാൽ പിന്നെ പോകുന്ന വഴിക്ക് എടുക്കാന്ന് ഓർത്തിട്ട് വന്നതാണ്. നേരിട്ട് ഇവിടെ ഫാക്ടറി വിസിറ്റ് നടത്തി സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് നമ്മൾ വിൽവെക്സ് കേബിൾ തന്നെ മതി എന്ന് തീരുമാനിക്കുന്ന ഒന്നാമത്തെ കാരണം. പിന്നെ ഞങ്ങൾ പുറത്ത് ഒരു കമ്പാരിസൺ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് കൊട്ടേഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ GST ഇല്ലാതെ തരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തെ ചില ഒളിഞ്ഞിരിക്കുന്ന ചതി കുഴികളുണ്ടല്ലോ. അല്ല, GST ഇല്ലാതെ ഇന്ത്യയിൽ ആർക്കും നല്ല കേബിൾ കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോപ്പർ വാങ്ങിക്കാൻ കിട്ടില്ല ഇവിടെ. നല്ല പ്യൂരിറ്റി ഉള്ള കോപ്പർ 1 ഗ്രാം പോലും ഇന്ത്യയിൽ വാങ്ങിക്കാൻ കിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയും വരാറുണ്ട് പല ആളുകളും GST ഇല്ലാതെ ഞങ്ങൾക്ക് വലിയ വലിയ ബ്രാൻഡുകൾ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. 100% അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഉറപ്പാണ്. 100%. അതിലൊരു സംശയമില്ല. കാരണം ആര് GST ഇല്ലാതെ കേബിൾ വെക്കുന്നുണ്ടെങ്കിൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. കാരണം പ്യൂരിറ്റി ഉള്ള കോപ്പർ വെക്കുന്നത് സ്റ്റെർലൈറ്റ്, ഹിൻഡാൽക്കോ ഒക്കെയാണ്. അവിടെ നിന്ന് കോപ്പർ കിട്ടാതെ പിന്നെ എങ്ങനെയാണ് അടിക്കുന്നത്? അപ്പോൾ ഈ ഡ്യൂപ്ലിക്കേറ്റ് അടിക്കുന്നവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ സ്ക്രാപ്പ് കോപ്പർ വാങ്ങി അതൊരുക്കി കേബിളാക്കി കൊണ്ടുവരുന്ന ഒരുപാട് യൂണിറ്റുകളുണ്ട്. അപ്പോൾ അവർ എല്ലാ ബ്രാൻഡും അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വെക്കുക. വിൽവെക്സ് എവിടെ നിന്നാണ്? വിൽവെക്സ് സ്റ്റെർലൈറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹിൻഡാൽക്കോ ഒന്ന് മാത്രമേ കോപ്പർ എടുക്കുന്നുള്ളൂ. 100% പ്യൂരിറ്റിയുള്ള കോപ്പർ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് വിശ്വസിച്ച് മേടിക്കാനുള്ള ഒന്നാമത്തെ കാരണം ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്റ്റ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ കമ്പനി വിസിറ്റ് ചെയ്ത് പ്രൊഡക്ഷൻ കാണാം. പ്രൊഡക്ഷൻ യൂണിറ്റ് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം. മെറ്റീരിയൽ ഏതാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങാം. അത്രയ്ക്ക് ട്രസ്റ്റ്ഫുള്ളാണ്. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവർക്ക് ഇടനിലക്കാരില്ല എന്നുള്ളതുകൊണ്ട് തന്നെ റേറ്റിൽ അല്ലേ നല്ല വ്യത്യാസമുണ്ട്. നമുക്കും നല്ല മാറ്റം മാർജിനിൽ ഉണ്ടായിട്ടുണ്ട്. അതും വലിയൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ വന്നെടുക്കാം. നിങ്ങളുടെ വീട്ടിൽ സംഭവം അയച്ചു തരികയും ചെയ്യും. അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള സ്ഥലത്ത് എത്തിച്ചേരും. അങ്ങനെ ഒരു കാര്യം കൂടെ വിൽവെക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വന്നപ്പോൾ വലിയ കമ്പനികളൊക്കെ പലതരത്തിലുള്ള റേറ്റിലുള്ള കേബിളുകൾ ഉണ്ടാക്കുന്നുണ്ട്. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് ക്ലാസ് 2 FR/LSH കേബിളാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ആ കേബിൾ മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. ആ കേബിളിൻ്റെ വില വെച്ച് മറ്റ് ബ്രാൻഡഡ് കേബിളുകൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും 15 to 20% നല്ല വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അത് ചിലവർ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത്? ഞങ്ങൾക്ക് ഇടനിലക്കാരില്ല. വളരെ സിമ്പിളാണ്. ഞങ്ങൾ ഡയറക്റ്റ് എൻഡ് കസ്റ്റമർക്കാണ് കമ്പനിയിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ ആ മാർജിൻ നേരെ ഞങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കും. റൈറ്റ്. നമ്മൾ 93 സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? 95 സ്റ്റാർട്ട് ചെയ്തു. 97 നമ്മൾ ISI എടുത്തു. 2000 നമ്മൾ ISO കിട്ടി. എല്ലാ അംഗീകാരങ്ങളും ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ വലിയൊരു ട്രാജഡി കൂടെ കടന്നു പോയ ഒരു കമ്പനി. തകർച്ചയുണ്ടായിരുന്നു പ്രളയത്തിൽ. 2018 ഞങ്ങൾ പൂർണ്ണമായിട്ടും നശിച്ചുപോയ ആൾക്കാരാണ്. ബിൽഡിംഗ് പോയി, സ്റ്റോക്ക് പോയി, മെഷീനറി പോയി, എല്ലാം ടെസ്റ്റിംഗ് എക്യുപ്മെന്റ്സ് എല്ലാം പോയതാണ്. അവിടുന്ന് 0 ഞങ്ങൾ മലയാളികളുടെ സപ്പോർട്ട് കൊണ്ട് വളർന്നു വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മൾ അന്വേഷിച്ചപ്പം നല്ല അഭിപ്രായം പറഞ്ഞ ഒരു കമ്പനി കൂടിയാണ് വിൽവെക്സ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്പർ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം കോൺടാക്ട് ചെയ്യാം. വീട് പണിക്ക് വിൽവെക്സ് കേബിൾ വാങ്ങിക്കാം. ചലോ വയനാട്. ഞങ്ങൾ ഈ വീട് പണി തുടങ്ങുന്ന സമയത്ത് ഇവിടെ ചുറ്റുവട്ടത്ത് അധികം വീടുകളില്ലായിരുന്നു. ഇപ്പൊ കണ്ടോ, നമ്മുടെ വീട് പണിയുടെ പാരലായിട്ട് തന്നെ ഇവിടെ കുറേ വീട് പണികൾ നടക്കുന്നുണ്ട്. നമ്മുടെ നെയ്ബേഴ്സിന്റെ ആണ്. അപ്പോൾ ചുറ്റും നിറയെ വീട്ടുകാരല്ലേ? അപ്പൊ ഇപ്പൊ പുതുതായിട്ട് വീടുകൾ വേറെ വരുന്നുണ്ട്. ഒരു ടൗൺഷിപ്പ് പോലെ ആയി തുടങ്ങി. ആലാറ്റിൽ ടൗൺഷിപ്പ്. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, നമ്മളിവിടെ വരുമ്പോൾ എപ്പോഴും അമ്മയുടെ പച്ചക്കറി കൃഷിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട്. ഇത്തവണ കണ്ടോ, വീട് പണി ആയതുകൊണ്ട് അധികം പച്ചക്കറികളൊന്നും നടാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അമ്മ വിഷമിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഈ ടെറസിലൊരു ആംബിയൻസ് ആയില്ലേ? വൈകുന്നേരങ്ങളെല്ലാം ഷട്ടിൽ കളിക്കുവോ കുഞ്ഞുങ്ങൾ ടെറസിൽ കയറിയിട്ട് കോക്കെടുക്കാൻ ആളെ പോയി മടുക്കൂല. അതൊക്കെ കളിച്ചാൽ മതി. പിന്നെ നമ്മുടെ വീടിന്റെ മുൻഭാഗത്തായിട്ടൊരു ചെറിയൊരു കുന്നാണ് കേട്ടോ. മൊട്ടക്കുന്നല്ലേ, ഒരു കുന്നാണ്. പിന്നെ വീട് പണി 1 മാസം കൊണ്ട് തീർക്കണം എന്ന് വിചാരിക്കുന്നില്ല അപ്പൊ? ഫെബ്രുവരി ആദ്യം ഇതിനകത്തേക്ക് മാറണം, കേറി കൂടണം. മക്കളൊക്കെ വരണം, ചേച്ചിമാര് 2 വരണം, അതുപോലെ ജോസാപ്പൻ വരണം. പപ്പയുടെ അനിയനുണ്ട്, പ്രീസ്റ്റാണ്, പള്ളിയിലച്ഛനാണ്. അപ്പോൾ പാപ്പൻ അമേരിക്കയിലാണ്.
പാപ്പൻ വീട്ടിൽ കൂടലിന് വരാൻ വേണ്ടിയിട്ട് ലീവൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്. പാപ്പൻ ജനുവരി അവസാനത്തോടെ വരും. അപ്പം എന്തായാലും ഫെബ്രുവരി ആദ്യമെങ്കിലും നമ്മളിവിടെ കയറി കൂടിയിരിക്കും. വയറിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ ടൈല് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പല സ്ഥലങ്ങളിൽ നമ്മൾ ടൈല് പോയി അന്വേഷിച്ചിട്ടോ. നമ്മൾ എറണാകുളത്ത് നിന്ന് ഇടയ്ക്ക് വയനാട്ടിൽ പോകുമ്പം ഇങ്ങനെ നോക്കേണ്ട കാര്യങ്ങളൊക്കെ എല്ലാവരും കൂടെ ഒരുമിച്ച് പോയാണ് നോക്കുന്നത്. അമ്മയ്ക്ക് വരണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. എങ്കിലും ഇടയ്ക്ക് കാര്യങ്ങളൊക്കെ പിഞ്ചു അമ്മേനെ വിളിച്ച് ഇതാണ് എടുക്കുന്നത്, ഈ ടൈലാണ് നോക്കുന്നത്, ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വയനാട്ടിൽ ടൈല് നോക്കി. ഇപ്പോൾ കണ്ണൂർ തളിപ്പറമ്പ് ABC ഷോപ്പിലാണ് നമ്മളുള്ളത്. അവിടെ വന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നന്നായിട്ട് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് കളക്ഷൻ അവിടെ ഉണ്ട്, നല്ല വിലക്കുറവും ഓഫറൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം വരെ നിന്നിട്ടാണ് നമ്മൾ ടൈല് ഫൈനലൈസ് ചെയ്തത്. ഭയങ്കര ഡിസ്കഷനൊക്കെ ആയിരുന്നു. ഇടയ്ക്ക് മടുത്തപ്പോൾ ഞാൻ അവിടെ പോയി ഇരിക്കുകയൊക്കെ ചെയ്തു. പപ്പയും അടുത്ത സൈഡായി, പിഞ്ചു കൂടെ ചാടി തുള്ളി നടന്ന് ഫുള്ള് ടൈലൊക്കെ സെറ്റ് ചെയ്ത് പൈസയൊക്കെ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിറ്റേ ദിവസം രാവിലെ ടൈല് അവർ വീട്ടിലെത്തിച്ച് തരും എന്നുള്ള ധാരണയാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. പറഞ്ഞ പോലെ പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ ടൈലെത്തി. ടൈല് പണിയും അങ്ങനെ നമ്മൾ തീർത്തു. പിന്നെ ഇനി വീട്ടിലേക്കുള്ള ഫർണിച്ചർ നോക്കാനായിട്ട് നമ്മൾ മാനന്തവാടി ദ്വാരകയിലുള്ള ഫർണിച്ചർ ഷോപ്പുകളിലൊക്കെ പോയി നോക്കുകയാണ്. വീടിൻ്റെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൊരു തീമൊക്കെ ഉണ്ട്. ആ കളർ തീമിൽ ഒത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ തപ്പി നടന്നു കേട്ടോ. അതൊക്കെ ഏത് കളറാണെന്നുള്ളതൊക്കെ നമുക്ക് ഫൈനലിൽ പറയാം. ട്വിസ്റ്റ് അങ്ങനെ ഒരു അത്യാവശ്യം സൈസ്, റൂമിലേക്ക് കയറാൻ പറ്റുമോ, റൂമിൽ അത് വലിപ്പം കൂടി പോവോ വലിപ്പം കുറഞ്ഞു പോകുമോ എന്നുള്ള കുറേ കൺഫ്യൂഷനൊക്കെ അടിച്ച് അവസാനം നമ്മൾ ഫൈനലൈസ് ചെയ്തു. വീട്ടിന് വേണ്ട വാതിലുകളൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് മാനന്തവാടി തന്നെ. ഇതൊക്കെ ഒരു ദിവസം തന്നെയായിരുന്നു. നന്നായിട്ട് മെനക്കെട്ടു. 1-2 ദിവസം കൊണ്ട് ഈ പണികളൊക്കെ തീർക്കേണ്ടതായിട്ട് വന്നു. ഡോറ് സെറ്റ് ചെയ്തു. കിച്ചണിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് ആ ഭാഗം മാത്രം പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിപ്പാപ്പൻ ആലാറ്റിലെ പള്ളിയിലൊക്കെ അപ്പിയറാണ്. അപ്പോൾ പകൽ സമയം കിട്ടാത്തതുകൊണ്ട് പാപ്പൻ രാത്രിയും വൈകുന്നേരമൊക്കെ വന്നിട്ട് ഇത് കൂട്ട് മല്ലുപണികളൊക്കെ ഈ വരച്ച് കളയുക അല്ലെങ്കിൽ പ്രൈമർ അടിക്കുക പോലത്തെ പണികളൊക്കെ പാപ്പൻ ഇടയ്ക്ക് വന്ന് ചെയ്യുന്നുണ്ട്. രാത്രി 12 മണിക്ക് 1 മണിക്കൊക്കെ വന്നിട്ടാണ് പാപ്പനെ ചെയ്യുന്നത്. അങ്ങനെ പാപ്പൻ പെയിൻ്റ് അടി ഒരു വശത്ത് ഇങ്ങനെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. അവിടെ കിച്ചൺ പ്രൈമർ അടിച്ച് തുടങ്ങി. അങ്ങനെ പ്രൈമർ, പിന്നെ അങ്ങനെ ഓരോ ഘട്ടമായിട്ട് പെയിൻറ്റിങ്, ടൈലിങ്, എല്ലാ പരിപാടികളും നമ്മൾ തീർത്തു അവസാനം. ഇനി വീടിൻ്റെ ഫൈനൽ കുറച്ച് ടച്ചപ്പ് വർക്കുകൾ, പിന്നെ ഫർണിച്ചർ എല്ലാം കൊണ്ടിടാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഈ വീട് പണിയുടെ ഡെവലപ്മെൻറ്റ് ഏകദേശം ഫൈനൽ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി വീടിൻ്റെ ഒരു പൂർണ്ണ രൂപമായിട്ട് നമ്മൾ വീണ്ടും വരാം കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ഉണ്ടാവും. ഓക്കെ.